ഇപ്പൊ എവിടെയാടി നമ്മളിപ്പോ ഗോൽക്കൊണ്ട ഫോർട്ടിലെത്തി. നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാൻ പോലെടി. ഓൺലൈനായിട്ട് എടുത്ത് നോക്കാം അല്ലേ? എന്നാ ഓൺലൈനായിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് പോവാം അല്ലേ? കേറാം. 2 പേർക്ക് 40 രൂപയുള്ളൂ. ഓൺലൈൻ 20 രൂപയുള്ളൂ. ഇതാണ് നമ്മുടെ എൻട്രി. കൈ വിട്ടറി. എക്കോ പോയിന്റ് കൈ വിട്ടിക്കോ. ഇവിടെയാണോ? അകത്താ. ഈ ചമ്മി. ഇനി നമുക്ക് നേരെ മറ്റേ ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് നോക്കാം. സൈനത്ത് എടുക്കുന്ന റിക്രൂട്ട്മെന്റ് ഇങ്ങനെയാണ്. ഈ സാധനമാണ് ഇവര് ഞാൻ എടുക്കാൻ പോയ എന്റെ നിക്കർ തീർന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. ഇല്ല ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്റെ നിക്കർ എന്റെ ഒന്നാമത് ഞാൻ വെള്ള കളർ പാൻറ്റും കൂടെ ഇട്ടേക്കണേ, ബാക്കി മഞ്ഞ കളർ വരും. ഇത് ശരിക്കും നടപ്പാത പോലെ ഉള്ളൊരു സംഭവം ഉണ്ടോ? ഭയങ്കര രസമാണ്. നമുക്ക് ഇതിന്റെ പൊക്കത്തൊക്കെ ഇതുണ്ടോ? ആൾക്കാർ പൊക്കത്തൊക്കെ കയറുന്നത്. നമുക്ക് ഇറങ്ങുന്ന വഴിക്ക് പൊക്കത്ത് കയറാം കേട്ടോ. നിനക്ക് ഇതിന്റെ ഹിസ്റ്ററി അറിയാമോ? പറഞ്ഞുതരാനൊന്നുമില്ല. എനിക്ക് എൻ്റെ 13ാം നൂറ്റാണ്ടിലെങ്ങാണ്ട് ഇവിടുത്തെ ആന്ധ്ര ഭരിച്ചിരുന്ന മറ്റേ കാകതീയ രാജവംശത്തിലെ ആളുകളാണ് ഇവിടെ ഇത് ഈ കോട്ട സ്ഥാപിക്കുന്നത്. ഏതാ എന്നാ കാകതീയ രാജവംശം. അതുപോലെ ഗോൽക്കൊണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇത് തെലുങ്ക് വേടാ. കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നെന്നർത്ഥം. ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പശുക്കിടാവ് അങ്ങനെയുള്ള സാധനം. ഇപ്പോൾ ഗോൽക്കൊണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്ന്, എന്താ പശുക്കിടാങ്ങളുടെ കുന്ന്, കിടാക്കളുടെ കുന്നെന്നുള്ള രീതിയിലാണ്. ഈ ഗോൽക്കൊണ്ടയുടെ മുകളിലേക്ക് കയറി തുടങ്ങാം. ഇതിന്റെ മുകളിലെ പവനിൽ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിരുന്ന മറ്റേ ഇതില്ലേ എക്കോ പോയിന്റ്, അവിടെ നിന്ന് കൈ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ മേളിൽ വരെ കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എക്കോ അതൊരു സിഗ്നലാ. അവർ ഒരു തവണ കൈ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ കൈ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ രാജാവ് വരുന്നുണ്ടെന്നും, പിന്നെ എന്താ 2 തവണ കൈ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 തവണ കൈ അടിച്ചാൽ ഗസ്റ്റ്, 3 തവണ കൈ അടിച്ചു കഴിഞ്ഞാൽ ശത്രുക്കള്, അങ്ങനെയുള്ള സംഭവം. യെസ്, ഇത് ഇവിടുത്തെ ഒരു കുളമാണ്. ഞാൻ കാണിച്ചു തരാം എൻ്റെ ആണ് കേട്ടോ. മൊത്തം പായലാട്ടോ. പായലും ആളുകൾ വേസ്റ്റ് കുപ്പികളൊക്കെ കൊണ്ടുവച്ച സ്ഥലം. പക്ഷെ എന്ത് വിഷു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിഷു. ദൈവന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ്, എന്നെ കൊണ്ട് ചുമപ്പിക്കും. എൻ്റെ പൊന്നെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞ ബാഗ് എടുക്കണ്ട, ഞങ്ങൾക്ക് പോയിട്ട് വരാമെന്നുള്ളൂ. പക്ഷെ എല്ലാം എന്നെ കൊണ്ട് ചുമപ്പിച്ച് നടക്കുന്നു. ഇന്ത്യ ഈ കയറ്റം കയറാൻ നേരത്തെ തന്നെ കൊണ്ട് ചുമപ്പിച്ചുള്ള എൻ്റെ ഊപ്പാടലായി. ലൈറ്റ് ഷോ, ഫൈനൽ ലൈറ്റ് ഷോ ഉണ്ട്. ഇത് ലൈറ്റിന്റെ ഷോയ്ക്ക് വേണ്ടിട്ട് ഇട്ടേക്കുന്ന ലൈറ്റാ മൊത്തം. എന്ത് ഭംഗിയാ നോക്കി, എന്ത് രസമല്ലേ. ഇവിടെ മലയാള സിനിമകൾ ഉൾപ്പെടെ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
മെയിന് പ്രേമലു അല്ലേ? പ്രേമലു ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മഗധീര, അതുപോലെ ഈ ഇടയ്ക്ക് മറ്റേ ടൊവിനോയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, നടിഗർ ജൂനിയർ, ആ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രേമലുവിൽ അവന്മാരിയ്ക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഓടി കയറിക്കടി, നല്ല രസമുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിലെത്തി. വാവ്, ഒരു ഏരിയ മൊത്തം കാണാം. ഈ ആൾക്കാരെ നിൽക്കുന്ന ഭാഗം നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോടി? അതെ അതെ, ഈ ആൾക്കാർ ഇരിക്കുന്ന ഭാഗം നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ, പ്രേമലൂര് അവിടെ ആ പാട്ടിലിരിക്കുന്ന സ്ഥലം അതെ കണ്ടോ. നമ്മൾ ഇനിയും കയറി പോണോ ഒരുപാട് അല്ലേ? അടുത്തോ, നിനക്കൊരു കാര്യം അറിയോ? ഈ ഗോൽക്കൊണ്ടയുടെ മണ്ണിനടിയിൽ ഒരുപാട് വജ്രങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഉമ്മാരുടെയൊക്കെ സൗണ്ടോ? ഇപ്പോഴൊന്നുമില്ല. ശരിക്കും നമ്മുടെ കോഹിനൂർ രത്നം പോലെയുള്ള വലിയ വിലപിടിപ്പുള്ള രത്നങ്ങളെല്ലാം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നിന്നുമാണ് ആ രത്നങ്ങളെല്ലാം പുറത്തേക്ക് പോയത്. അതായത് ശരിക്കും മൈൻ ചെയ്യുന്ന ഈ സ്ഥലം ഇവിടെയല്ല. മൈൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ആന്ധ്രയില് ഗുണ്ടലൂരോ അങ്ങനെ എന്തോ സ്ഥലത്താണ്. അവിടെയാണ് ശരിക്കും മൈൻ ചെയ്യുന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കോഹിനൂർ അതുപോലെ വലിയ വിലപിടിപ്പുള്ള രത്നങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്കൊക്കെ പോയി സ്പ്രെഡ് ആവുന്നത്. നിനക്കിത് അറിയാമായിരുന്നോ? എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ. എനിക്ക് ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്കോ? ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീച്ചാണോ, ബീച്ച് സൈഡാണോ, അതോ ഹിൽ ഏരിയാസ് ആണോ? ബീച്ച്. സോ നമ്മൾ രണ്ടുപേരും വ്യത്യസ്തം ആഗ്രഹങ്ങളുള്ള ആളുകളാ. എനിക്ക് ഹിൽ ഏരിയാസാ കൂടുതൽ ഇഷ്ടം. ഹില്ല് ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീച്ചാണ്. അതെന്താ അറിയില്ല, അതാ ഇഷ്ടം. പക്ഷെ എനിക്കിഷ്ടം ഹിൽസ് ആട്ടോ. ഐ ലൈക്ക് ഹിൽസ്. അങ്ങനെയൊക്കെയാ മൂന്നാറ്. യെസ്, കോടമഞ്ഞ്, താഴ്വരയിൽ കണ്ടോ എന്ത് രസമാണ് ഇവിടെയൊക്കെ. ഇവിടുത്തെ അമ്പലത്തിലേക്ക് കയറാൻ തുടങ്ങും കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു അമ്പലമുണ്ട്. അമ്പലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് അമ്പലം കേട്ടോ. ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ്. എന്താ ചടങ്ങാണല്ലോ. ഇനി നമ്മൾ ഈ കോട്ടയുടെ മെയിൻ സ്ഥലത്തേക്ക് കയറാൻ പോവാണ്. കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട്. ദേവു ഇവിടെ ആയിരിക്കില്ല, മറ്റേ ഇതിന്റെ പൊക്കത്ത് രാജാവ് വന്ന് നിൽക്കും, ഇതിന്റെ താഴെ പടയാളികളൊക്കെ നിരന്നില്ല, അങ്ങനത്തെ സംഭവമൊക്കെ ആയിരിക്കില്ലേ? ഇത് കയറും കേട്ടോ. ദേവിക്ക് ഭയങ്കര തുമ്മലാ. ഇവിടെ വന്നിട്ട് പൊടിയൊക്കെ അടിച്ചിട്ട് വന്നു, ഭയങ്കര തുമ്മൽ കയറിയിട്ടുണ്ട്. എന്നാ കയറാം, അകത്തേക്ക് കയറാം. സോ ഇതൊരു ഏരിയ. ഇതിന്റെ പൊക്കത്തായിരിക്കും രാജാവ് ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇവിടെയുള്ള ആളുകളെയൊക്കെ മറ്റേ ഉത്തരവൊക്കെ ഇറക്കുന്നതൊക്കെ ഇവിടെ നിന്നിട്ടായിരിക്കില്ലേടി അല്ലേ? ദേവിയെ തുമ്മുക. സോ ഇതിന്റെ അകമൊക്കെ ഞാൻ നടന്ന് കാണിച്ചു കേട്ടോ. ഇനിയും കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം കാണാൻ തരും. വാ കാണിച്ചു തരാം. മേളിലേക്ക് പോകാൻ പോകട്ടോ. താഴെ സ്റ്റെപ്പ്. എൻ്റെ അമ്മോ, കുഞ്ഞു സ്റ്റെപ്പാ. നമ്മള് ചാർമിനാർ കയറിയത് ഇതുപോലത്തെ ഒരു സ്റ്റെപ്പായിരുന്നു അല്ലേടി? നല്ല കാറ്റ്. ആൾക്കാരാണ് കേട്ടോ. ഇതാണ് ഗോൽക്കൊണ്ട ഫോർട്ടിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം കേട്ടോ. എങ്ങനെയുണ്ട് ദേവു? നമ്മളതിന്റെ മേളിലെത്തി. എങ്ങനെയുണ്ട്? ഇച്ചിരി വേർക്കുന്നുള്ളൂ, പക്ഷെ നല്ല സുഖം ഇവിടെ നിൽക്കാം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ.
നല്ല രസം, നല്ല വിഷ്വൽസ്, എല്ലാ സംഭവം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഗോൽക്കൊണ്ട ഫോർട്ട്. നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സംഭാവന നൽകിയ സ്ഥലമാണ്. അപ്പം എല്ലാവരും ഹൈദരാബാദ് വരുന്ന എല്ലാ മലയാളീസ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. എന്ത് ഏത് കേട്ടോ, ഇതാണ് ഇവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ വേറെ എവിടെയിലേക്കായിരിക്കും നോട്ടം. എങ്ങനെയുണ്ട് ദേവിയെ? നല്ല കാറ്റല്ലേ, അടിപൊളി. ഭയങ്കര രസമാണ് അവിടെ. എനിക്ക് വിഷ്വലി ഭയങ്കര രസമാണ്. ഒത്തിരി ആളുകൾ വരും, ഒത്തിരി ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ ദേവിയെ? നിനക്ക് എന്താ പറയാനുള്ളേ? ഇഷ്ടപ്പെട്ടോ? അതെ അതെ. അപ്പൊ നമുക്ക് ഇവരുടെ ഇടയ്ക്കൂടെ ഈ ക്യാമറ ഒന്ന് സൂം ചെയ്ത് കൊണ്ടുപോകാം. എന്തുകൊണ്ടുപോകാം? ഞാനൊരു റീലെടുത്തേ. അപ്പം 2 ചെറുക്കന്മാരും 2 പെണ്ണുങ്ങളും എന്നെ ഇമിറ്റേറ്റ് ചെയ്തു. അത് 2 പ്രാവശ്യം. ഇമിറ്റേഷൻ സ്വാഭാവികം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇതുവഴി ഞാൻ പ്രതീക്ഷിച്ച സംഭവം വന്നെത്തിയ രീതിയെ. ഇവിടെ മൊത്തം മഴ തുടങ്ങി, മഴ തൂടാൻ തുടങ്ങി. നമുക്ക് താഴത്തേക്ക് ഇറങ്ങി. ഇനിയും കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. ഇതേത് ജയിലാന്ന് തോന്നുന്നു കേട്ടോ അല്ലേ? ജയിലിന്റെ രൂപത്തില് നമുക്ക് പോയി നോക്കാം. ഇതിന്റെ അകത്ത് എന്താണെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. ഒരുപാട് സ്ഥലങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. അച്ഛൻ നമ്മളെങ്ങോട്ടാ പോണേ? ഇതൊരു കുളവാടി, കുളമായിരുന്നു, ഇപ്പൊ ഒറ്റ കിടക്കണമെന്ന് തോന്നുന്നു. നീ അതിലേ പോയിട്ട് ഇറങ്ങിയോ? ചെല്ലേ, എന്നാ ഇത് പിടി, ഞാൻ ഇറക്കിട്ട് തരാം. എടി അതിലെ സ്റ്റെപ്പ് ഉണ്ടെന്ന്, അതേ കാണുന്ന സ്റ്റെപ്പാടി. ഇതേ ആ വാതിലും ഉണ്ടോ? അത് സ്റ്റെപ്പാ. ഇനിയിപ്പോ വേണ്ട, ഈ മഴ പൊടിയുണ്ടടി. ഇപ്പൊ അങ്ങനെ ഞങ്ങള് താഴെ എത്തി. ഇനി ഇതിന്റെ അകത്തെ കുറെ കാഴ്ചകളുണ്ട് കേട്ടോ. അകത്തെ കുറെ കാഴ്ചകളുണ്ട്. ഇതുണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്നേ. ഇനി ഇതിന്റെ അകത്തെ കാഴ്ചകൾ കാണാം അല്ലേടി ദൈവം? വാ, അകത്തെ കാഴ്ചകൾ പോയി കാണാം. പഴയ നിർമ്മിതികൾ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഫീലൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്നുണ്ട്, വരുന്ന ആളുകൾക്ക് അങ്ങനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. ഇതുണ്ട്, ഓരോ ഇടനാഴി വഴിയും കേട്ടോ. ഭയങ്കര വിഷ്വൽസ്, ഭയങ്കര എഫക്റ്റാണ് ഇവിടെ. നല്ല രസമാണ് കേട്ടോ. ദേവു, ബാക്ക് സൈഡിലേക്ക് നോക്കിയേ, ഒന്ന് കാണിച്ചെടുക്കാം ഇവിടുത്തെ വിഷ്വൽ. നോക്കിയോ എൻ്റെ മോനെ, ഇതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. കന്നുകളുടെ കുന്ന്. എൻ്റെ അമ്മോ, എന്ത് രസമല്ലേ ദേവിയെ? ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട്. നോക്കൂ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ശരിക്കും ഇതിൻ്റെ അകത്ത് എങ്ങനെ അല്ലേ ദൈവേ? ഇതിവിടെ ആളുകൾ, പഴയ ആളുകളൊക്കെ നടന്നു പോകുന്ന ഒരു വിഷ്വൽസ് ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പഴയ ആളുകൾ, ഭടന്മാര്, പാചകക്കാര്, രാജാക്കന്മാര്, അവരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വിഷ്വൽ. അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിനക്ക്? എന്ത് രസമല്ലേ? ഇനിയാണ് ഇതിന്റെ അടിപൊളി സ്ഥലങ്ങൾ. അതുകൊണ്ടോ എല്ലാം ഭയങ്കര രസമാണ്. ദേവി, നീ എല്ലാം കാണിച്ചു കൊടുക്ക്. എല്ലായിടത്തും ആൾക്കാരുണ്ട്, പക്ഷെ ഇതിന്റെ അകത്തൊക്കെ ഇരുട്ടാണ്. ഇതിന്റെ അകത്തേക്ക് നമുക്ക് കയറാം. കയറുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉണ്ട്, ഭയങ്കര സ്മെല്ലാണ് അതിന്റെ. ദേവിക്ക് സ്മെല്ലൊക്കെ അലർജിയാണ് കേട്ടോ. ഭയങ്കര ഇതാണ്. എന്നാലും ഇതിന്റെ വിഷ്വൽ ഭംഗി ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറാൻ പോവുകയാണേ. ഞാൻ ഇതിന്റെ സെറ്റപ്പ് കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് മൊത്തം ഇരുട്ടാണ്, വവ്വാലാണ് മൊത്തം. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ അകത്ത്. ഭയങ്കര ഇരുട്ടാണ്. ഇത് നോക്കിക്കേ, നിങ്ങൾക്ക് എന്ത് ഫീലാണ് അല്ലേ? ഒരു ഹിസ്റ്റോറിക്കൽ ഫീൽ തന്നെ. ഇതിൻ്റെ അകത്ത് മൊത്തം കാഷ്ടം, മൊത്തം വവ്വാലിൻ്റെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു കേട്ടോ.
കണ്ടോ പറന്നു പോകണ്ടോ? കുറെ ഉണ്ട് ഇവിടെ. ദേവിയെ പേടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കും കേട്ടോ ഗൈസ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണേ. എന്തൊരു രസമാണെന്ന് നോക്കി. നിന്നെയല്ല, ഗോൽക്കൊണ്ടയുടെ സൗന്ദര്യം പറഞ്ഞ ഭയങ്കര രസമായിട്ട്. നമുക്ക് താഴേക്ക് പെൺകുട്ടി കാണുന്നുണ്ടോ? എവിടെ എവിടെ? ഒന്നും ഞാൻ കാണുന്നില്ല. ഇല്ല, എവിടെ? ആ നമുക്ക് താഴേക്ക് പോവാം. സൂപ്പർ പൂന്തോട്ടം പോലെ. പൂന്തോട്ടമല്ല, ഭയങ്കര രസമാണ് സ്ഥലം. അങ്ങനെ ചാടിപ്പോലെ. ഗോൽക്കൊണ്ട സൂപ്പർ. ഇതാണ് ഗോൽക്കൊണ്ട. കണ്ടു കഴിഞ്ഞാൽ തീരില്ലാട്ടോ ഇവിടുത്തെ കാഴ്ചകൾ, അല്ലേ ദേവി? നമ്മൾ കുറേ സ്ഥലങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ സ്ഥലം മിസ് ചെയ്തു അല്ലേ? ഒത്തിരി സ്ഥലം നമ്മൾ തന്നെ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ പറയണം ഏതൊക്കെ സ്ഥലങ്ങളാണ് മിസ് ചെയ്തേക്കണേന്ന് കേട്ടോ. നിനക്ക് വെളിയിൽ പോയിട്ടെടുക്കാം. നീ ആളുകൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു പോവല്ലേ? കമോൺ. എന്ത് രസമല്ലേ? അത് എന്നിട്ട് തിരിഞ്ഞിരി. ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് ഇടുന്നില്ലല്ലോ, ഇവിടെ മാത്രമേ ഉള്ളൂ. അതിനാ നമ്മൾ താഴത്തോളം നടന്ന വഴി കേട്ടോ അതൊക്കെ. ഇടി ഇതിലെ കയറി വരാറുണ്ടീ. അല്ലല്ല, ഇതിലേ നമ്മൾ പോയെ. ഇതിൻ്റെ മേളിലേക്ക് കയറാൻ പോകട്ടെ. ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ താഴത്തെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ എല്ലാം ചെറിയ സ്റ്റെപ്പാണല്ലേ. ഒരാൾക്ക് കയറാൻ പാകത്തിനുള്ള സ്റ്റെപ്പാട്ടോ. നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. വാ, ഇതാണ് താഴത്തെ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വശങ്ങൾ. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയി കാണിച്ചു തരാം കേട്ടോ. സോ ദേവിക ഇതിൻ്റെ പ്രാക്ടീസിലാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇതാണ്. ഇവിടെയാണ് നമ്മൾ പോയത്, ഏറ്റവും ടോപ്പിൽ പോയത്. ഓർക്കുന്നില്ലേ? നമ്മൾ ആദ്യം വന്നപ്പോൾ എക്കോ പോയിന്റിൽ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല അല്ലേ? ഈ കാണുന്ന കേട്ടോ എക്കോ പോയിന്റ്. കാണിച്ചു തരാം. ഇതാണ് എക്കോ പോയിന്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എക്കോ ഭയങ്കര മേള് വരെ എക്കോ കേൾക്കാന്നാണ് പറയുന്നത് കേട്ടോ. ആ സെൻട്രലുണ്ട്, സെൻട്രലിൽ ഇതിൻ്റെ അകത്ത് ആളുകളെല്ലാം കയ്യിലുണ്ട്. ഇവിടെ ദേവിയെ മടുത്തു കേട്ടോ ഗൈസ്, മടുത്തു, ശരിക്കും മടുത്തു. ഇതാണ് എക്കോ. ഇവിടെ എക്കോ. അത് കൈ അടിച്ച് എങ്ങനെയുണ്ട് എക്കോ എൻ്റെ? സോ അങ്ങനെ ഗൈസ് ഞങ്ങൾ എല്ലാ കാഴ്ചകളും തന്നെ കണ്ടു കഴിഞ്ഞു. നമ്മളിനി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്താ നിനക്ക് പറയാനുള്ളത് ദേവി ഇന്നത്തെ ഈ ട്രിപ്പില്? വളരെയധികം അടിപൊളിയായിരുന്നു. ഞാൻ കുറെ ഡാൻസ് വീഡിയോ എടുത്തു, ഫോട്ടോസ് എടുത്തു. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒത്തിരി സ്ഥലങ്ങൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ ഭയങ്കരമായിട്ട് സജസ്റ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എന്തായാലും എല്ലാവരും ഹൈദരാബാദ് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോൽക്കൊണ്ട വിസിറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ. സോ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ കണ്ടന്റുകൾ നമ്മൾ ഇടുന്നതാണ്. നല്ല ട്രാവൽ എക്സ്പ്ലോറൻസ്, നിങ്ങൾ ട്രാവൽ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ അതെ, ബെല്ലൈക്കണും കൂടെ കുത്തിപ്പൊട്ടിക്കാനാണ് പറയുന്നത്. ബെല്ലൈക്കണോ കുത്തിപ്പൊട്ടിച്ചോ
എന്നാലാണ് നമ്മുടെ ഇത് കിട്ടുള്ളൂ, നോട്ടിഫിക്കേഷൻ അവർക്ക് വരുള്ളൂ. ശരി, ബൈ ബൈ. ബൈ ബൈ.